നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടെസ്ലയുടെ മോഡൽ 3 എന്ന് പറയുന്ന കാറിലെ ആ മോഡൽ 3 എന്ന് പറയുന്ന കാറിന് വേണ്ടിയിട്ടുള്ള പാർട്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും വലിയ വെയർ ഹൗസിൻ്റെ അകത്ത് ടെസ്ലയുടെ പേര് നോക്കിക്കേ, ഇങ്ങനെയാണ് അവർ എഴുതി വെച്ചേക്കുന്നത് ഒരു പേപ്പറിനകത്ത്. നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസം രാവിലെ നമ്മൾ വേണ്ട ഇപ്പം നമ്മൾ പാർക്ക് ചെയ്തിരുന്ന റിപ്പണിലെ ട്രക്ക് സ്റ്റോപ്പിൽ നിന്ന് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഡെലിവറി കൊടുക്കുന്ന സ്ഥലത്തേക്ക് 70 കിലോമീറ്ററേ ഉള്ളൂ. വിച്ച് മീൻസ് നമ്മളൊരു 45 മിനിറ്റ് എത്തേണ്ടതാണ്. പക്ഷേ മൺഡേ ട്രാഫിക് അറിയാമല്ലോ, അതും ഈ ഒരു ഏരിയ എല്ലാവരും ജോലിക്ക് പോകാനും ഒക്കെ കാര്യം ആയിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടെന്നാലും നല്ല ട്രാഫിക്കിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. ആസ് യൂഷ്വൽ കുത്തിക്കയറ്റാനുള്ള തിരക്കിൻ്റെ ശ്രമഫലമായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ആക്സിഡൻറ്റുകളും പോലീസും എല്ലാം ആയിട്ട് അങ്ങനെയൊക്കെ അങ്ങ് പയ്യെ പോകുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ടെസ്ലയുടെ ലിവർമോറിലെ വെയർ ഹൗസിലെത്തി. നമ്മൾ ബാക്കപ്പൊക്കെ ഇട്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിചാരം ഇപ്പോൾ ഈവൻ നമ്മുടെ അപ്പോയിൻമെൻറ്റ് 8 മണിക്കായിരുന്നു. തന്നെയല്ല ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഓപ്പണിംഗ് ടൈം 8 മണിന്നായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ഇച്ചിരി നേരത്തെ എത്തി, ഒരു 7:15 കൂടി എത്തിയായിരുന്നു. പക്ഷേ എത്തിയപ്പോഴാണ് ഇവിടെ കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ്. വിച്ച് മീൻസ് ഇവർ നേരത്തെ ഓപ്പൺ ആയിരുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് നമ്മൾ ഓൾറെഡി എത്രയും പെട്ടെന്ന് ഇറക്കി കിട്ടിയാലല്ലേ നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടുള്ളൂ. കാരണം ഇന്നലെ ഒരു ദിവസം നമ്മളിവിടെ ഓൾറെഡി കിടന്നു. അപ്പം എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാരണം പെട്ടെന്ന് വണ്ടി ഇട്ടിട്ട് ഓടി റിസീവിങ് ഓഫീസിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യാനൊക്കെ ഉള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് ആ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൂടാതെ ബാക്കപ്പും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ട് മറന്നല്ലോ എന്നുള്ളത് ചിന്തിച്ച്. അപ്പോൾ എന്തായാലും അത് വീഡിയോ എടുക്കാൻ മറന്നുപോയേ. ഇതാണ് ലിവർമോറിലുള്ള ടെസ്ലയുടെ വൺ ഓഫ് ദ വെയർ ഹൗസസ്. ഇവിടെ കൊണ്ട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് ഇവിടുന്ന് ഇഷ്ടംപോലെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഒരു 2-3 വെയർ ഹൗസസ് എനിക്കറിയാം കേട്ടോ. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ അകത്തെ സ്പേസാണ്. കാരണം വലിയ വെയർ ഹൗസാണ്, ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടെസ്ലയുടെ മോഡൽ 3 എന്ന് പറയുന്ന കാറിലെ ആ മോഡൽ 3 എന്ന് പറയുന്ന കാറിന് വേണ്ടിയിട്ടുള്ള പാർട്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെയൊക്കെ അവധി കഴിഞ്ഞിട്ട് ഇന്നാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്തൊക്കെ തീരെ സ്പേസ് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ മിക്കവാറും അവർ പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഇറക്കി. കാരണം സ്പേസൊക്കെ ഉണ്ടാക്കി വിട്ട് വേണ്ട ഇറക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി സമയം എടുക്കുമായിരിക്കും എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. പേപ്പർ വർക്ക് കിട്ടി കേട്ടോ. പ്രൂഫ് ഓഫ് ഡെലിവറി ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ബിൽ ഓഫ് ലേഡിങ് അവർ സൈൻ ചെയ്ത് തരുന്നത്, അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ റിട്ടേൺ ലോഡിനും സ്പാർക്സ് നമ്മൾ ഇന്നലെ വന്നപ്പോൾ കാണിച്ചു തന്നില്ലേ ടെസ്ലയുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ. അപ്പോൾ ടെസ്ലയുടെ അവിടെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ടെസ്ലയുടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഡോറൊക്കെ അടച്ച് നേരെ ടെസ്ലയുടെ സ്പാർക്സിലേക്ക് പോകാവേ. അപ്പോൾ അവിടുന്ന് MG റാക്സ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും. ട്രെയിലർ ക്ലിയർ ആണോ ബ്രോ? ഓക്കെ, അപ്പോൾ ട്രെയിലറെല്ലാം പൊതുവെ ക്ലീൻ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്ട്രാപ്പ് ഇട്ടേക്കാം. അടുത്ത ലോഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലോഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അർജുമായൊക്കെ അങ്ങ് ഉഷാറായി കേട്ടോ. പിന്നെ സ്പാർക്സിലെ ടെസ്ലയിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇൻറ്റർസ്റ്റേറ്റ് 580 എന്ന് പറയുന്ന ഹൈവേ ആദ്യം എടുക്കും. അവിടുന്ന് പിന്നെ ഇൻറ്റർസ്റ്റേറ്റ് 80 ആസ് യൂഷ്വൽ എടുത്ത് നേരെ സ്പാർക്സിൽ പോയി എടുക്കാം. മൊത്തത്തിൽ ഏകദേശം 4-4.5 മണിക്കൂറിൻ്റെ ഡ്രൈവാണ് നമുക്ക് ഇവിടുന്ന് ഉള്ളത്. നമ്മളിപ്പോൾ വന്നേക്കണ ഈ ലിവർമോർ ഒരു അടിപൊളി ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. കാരണം ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല പുതിയ വെയർ ഹൗസുകളും റോഡുകളും ഒക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ നല്ല സ്പേഷ്യസ് ആയിട്ട് അടിപൊളി സെറ്റപ്പില്ല.
നമ്മൾ രാവിലെ ഡെലിവറിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ട്രാഫിക്കിന്റെ തിരക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉള്ള ആ വണ്ടികളുടെ തിരക്ക് കണ്ടോ. രാവിലെ ഇതെല്ലാം കടന്ന് നമ്മളിപ്പോൾ ഡെലിവറിക്ക് പോയത്. എന്തായാലും ജാനുവരി ആയതോടുകൂടി കാലിഫോർണിയ അവൻ്റെ സൗന്ദര്യം പുറത്തിറക്കി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ എന്തെങ്കിലും കാലിഫോർണിയ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട മാസങ്ങളെന്ന് പറഞ്ഞാൽ ജാനുവരി ലാസ്റ്റ്, ഫെബ്രുവരി, മാർച്ചാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അടിപൊളി സൂപ്പർ ഗ്രീനറിയോടുകൂടി കാലിഫോർണിയ ഈ 2 മാസങ്ങളിലല്ലാതെ കാണാനേ പറ്റിയല്ല. ഫെബ്രുവരി, മാർച്ച് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ അവസാനം കൂടെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പൈൻ മരങ്ങളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞില്ലേ, ഇടയ്ക്കൊന്ന് മഞ്ഞ് പെയ്താൽ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ആ സ്പ്രിങ് തുടങ്ങാൻ നേരത്തെ ഇച്ചിരി മഴയും കൂടെ അങ്ങ് പെയ്തിട്ടുണ്ടല്ലോ, ഈ വെള്ളം കിട്ടാണ്ട് കിടക്കുന്ന പുല്ലെല്ലാം കൂടെ വെള്ളമൊക്കെ കിട്ടി അങ്ങ് ജീവനോടെ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ കാഴ്ചകളായിരിക്കും. കാലിഫോർണിയയുടെ പച്ചപ്പിനെ അമേരിക്കയുടെ മറ്റുള്ള ഭാഗങ്ങളിലെ പച്ചപ്പുമായിട്ട് വ്യത്യസ്തമാക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പുല്ലൊക്കെ ഈ ഉണ്ണീശോ പുല്ല് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അവിടെയൊക്കെ വിളിക്കുക, അങ്ങനത്തെ വളരെ ടെൻഡറായിട്ടുള്ള പുല്ലുകളുണ്ടല്ലോ. അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സമ്മർ വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ ആയി വാടിക്കരിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു മഴക്കാലം അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം വാടിക്കരിഞ്ഞ് പിന്നെ ബ്രൗൺ കളറിലായി മാറുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് പുല്ല ഇപ്പോൾ നമ്മുടെ അമേരിക്കയുടെ സൗത്ത് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ലൂസിയാന ഏരിയയിലേക്ക് അല്ല ഫ്ലോറിഡയിലേക്കൊക്കെ കുറച്ചുകൂടെ നമ്മുടെ നാടിൻ്റെ ഒരു ടെമ്പറേച്ചറും ട്രോപ്പിക്കൽ കാലാവസ്ഥയും അല്ലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ഒരു ഇച്ചിരി ഈ കൗഗ്രാസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ഇച്ചിരി ഹാർഡായിട്ടുള്ള പുല്ലാണല്ലോ. അപ്പം അതിൻ്റെ ആ രണ്ടിൻ്റെയും വ്യത്യാസം ഉണ്ടല്ലോ. ഇതാകുമ്പോൾ ഒരു ഇളം പച്ചയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മുടെ വിഷ്വൽസിലൊക്കെ കണ്ടില്ലേ. തന്നെയല്ല, കാലിഫോർണിയ എന്നുള്ള ഒരു ഹൈപ്പും കൊണ്ട് അമേരിക്കയിൽ വരുന്ന പലരും ചിലപ്പോൾ സമ്മറിൽ വന്ന് കാലിഫോർണിയ കണ്ടു കഴിഞ്ഞിട്ട് ഇതാണോ കാലിഫോർണിയ, ഇതിൻ്റെ പേരിലാണോ ഇത്ര ഹൈപ്പ് എന്നുള്ള ഒരു ഇതിൽ ഞാൻ ചില ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, ഇത് ആ റൈറ്റ് സീസണിൽ വന്നാലേ ഇതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം ഉണങ്ങി കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇതെന്നെ ഇങ്ങനെയെന്ന് തോന്നുന്നേ. അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ കറക്റ്റ് സീസണിൽ നല്ല പച്ചപ്പൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അതൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളേ. അങ്ങനെ നമ്മൾ സാക്രമെൻറ്റോ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ 5-ലാണുള്ളത്. ഇവിടുന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പോകേണ്ട ഇൻഡസ്ട്രിയൽ 8-ലേക്ക് കയറി നേരെ സ്പാർക്സിലെത്താം. സ്പാർക്സിലേക്ക് ഏകദേശം 250 കിലോമീറ്ററും കൂടെയാണ് ഉള്ളത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിങ് യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ. സമയം ഏകദേശം 2 മണി കഴിഞ്ഞു കേട്ടോ. താമസിച്ച് എണീറ്റാറിനെ കാലിഫോർണിയൻ സമയം നമ്മുടെ ഒൻറ്റാറിയോ സമയം തമ്മിൽ 3 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം താമസിച്ച് എണീറ്റുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. വിശപ്പ് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ഏരിയ നിർത്തി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും ഫുഡ് കഴിക്കാൻ റെസ്റ്റ് ഏരിയ നോക്കി വന്നിട്ട് റെസ്റ്റ് ഏരിയ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് വല്ല ചെയിനപ്പ് ഏരിയയിലും നിർത്തി ഫുഡ് കഴിക്കാം. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സമയമായ പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമ്മുടെ അർജുൻ ഭായി ഓടിക്കട്ടെ, നമുക്ക് പ്രീ ട്രിപ്പൊക്കെ ഇട്ട് ഫുഡ് കഴിക്കാം.
വേറെ ഓക്കെയാണോ ബ്രോ? എടാ ഇന്നലെ പെയ്ത മഞ്ഞായി കൂട്ടിയിട്ടേക്കണം കേട്ടോ. എന്നാലും പൊതുവേ വലിയ തണുപ്പൊന്നുമില്ല, 8-10 ഡിഗ്രി ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഹാപ്പി ആയിട്ടുള്ള പ്ലസന്റ് വെതറാണ്. നല്ല തന്നെയല്ല സൺഷൈനും ഉണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കിനുവയും ഗ്രിൽ ചിക്കനും ഗ്രിൽ വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ് നമ്മുടെ സെയിം. അത് തീരുന്നോടം വരെ അത് തന്നെയായിരിക്കും നമ്മുടെ ഫുഡ്. ഇന്നലത്തെ മഞ്ഞെല്ലാം അത്യാവശ്യം എല്ലാം നല്ല ഉരുകി തീർന്നു കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്നാണ് മഞ്ഞ് പെയ്യുന്നതും അത് ഉരുകി പോകാനും നിസാര സമയം മതി എന്നുള്ള ആ ഒരു സാധനം കണ്ടോ. ഇന്നിപ്പോൾ ടെമ്പറേച്ചർ 8+ ടെമ്പറേച്ചറുണ്ട്. ഇന്നലെയും ഏകദേശം 7-ന് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ നല്ല മഞ്ഞിൻ്റെ തിക്നെസ് ഉണ്ടായിരുന്നു. നോക്കിക്കേ. കഴിഞ്ഞ ഫ്രെയിമിൽ നമ്മൾ കണ്ട കോട്ടേജസ് ഒക്കെ ആ ലേക്ക് താഹുവിൻ്റെ കരയിലുള്ള അല്ല സ്കീയിങ്ങിനൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലെ കോട്ടേജസും ക്യാമ്പ് ഗ്രൗണ്ടും പരിപാടികളും എല്ലാം ആണ്. ആ കാണുന്നൊക്കെ റെയിൽവേ ആട്ടോ, മൗണ്ടന്റെ ഇടയിൽ കൂടെയുള്ള റെയിൽവേ. എത്ര സെറ്റപ്പ് ആയിട്ടാ റെയിൽവേ പോണേ നോക്കിക്കേ. ഇവിടെ പഴയ കാലത്തെ പോലെ കുറെ തൂണൊക്കെ അടിച്ച് അതിന്റെ മുകളിൽ കൂടെയൊക്കെ. നമ്മൾ ഈ കാണുന്ന മൗണ്ടൻസിൻ്റെയും കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഫിഷിങ് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടും, അല്ലാതെ ഈ ഓഫ് റോഡിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ATVക്കും ഓഫ് റോഡിൻ്റെ ട്രെയിൽസും അങ്ങനെ എല്ലാം കാണാം കേട്ടോ. അല്ലാതെ കാട് നശിക്കുമെന്നും പ്രകൃതി നശിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടില്ല. കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മുടെ അർജുൻ ഭായ് നമ്മളെ സ്പാർക്സിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ടെസ്ലയുടെ വെയർ ഹൗസിൽ പോയി ചെക്ക് ഇൻ ചെയ്താൽ മതി. ഈ ഒരു മൗണ്ടൻ റേഞ്ചസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്ല ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ. ഈ ഒരു ഏരിയ എല്ലാം ടെസ്ല മേടിച്ചിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടംപോലെ ഫാക്ടറീസും പരിപാടികളൊക്കെ ആയിട്ട് വന്ന് നിറയെ വികസനമൊക്കെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ഒരു ഏരിയയുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ടൗണേ ഇവിടെ ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ചെറിയ ജംഗ്ഷൻ മാത്രമായിരുന്നു. പക്ഷെ അതിപ്പോൾ വലിയ സെറ്റപ്പായി. ആ മലകൾക്കിടയിൽ എവിടെയോ ഉള്ള ഒരു വെയർ ഹൗസിൽ നിന്നാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ മലകളുടെ എല്ലാ ഇടയിലും ഇതേണ്ട ഈ കാണുന്ന വെയർ ഹൗസ് പോലെ ഇഷ്ടംപോലെ കടകളുണ്ട്. എന്തായാലും വേണ്ട ഈ കാണുന്നതാണ് നമ്മൾ വന്നിരിക്കുന്ന വെയർ ഹൗസ് 2777 USA പാർക്ക്വേ. എന്തായാലും ഇവിടെ 2-3 വെയർ ഹൗസുകളുണ്ട് ഈ ഒരു ഫെസിലിറ്റിയിൽ കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്ത് ഇത് തന്നെയാണോ നോക്കാം. വി ആർ നോട്ട് ടെസ്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ഇത് വാൾമാർട്ടിൻ്റെ അല്ലേ? ഇവിടെ ഒരു ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ഉണ്ട്.
അപ്പോൾ നമ്മൾ വേറൊരു ഇതിലും കയറി. അപ്പം ഇതുമല്ല അങ്ങേ അറ്റത്താന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. ഇതാണ് ഈ വലിയ വെയർഹൗസ് വരുമ്പോഴേ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കയറി നടക്കണം. ഇത് ഏതാ സാധനം ഇതൊന്നുമല്ല, അങ്ങേ അറ്റത്തെയാണ് ടെസ്ലാന്ന്. ആ നമുക്ക് വേണ്ട ഇവിടെ കയറി ഒന്ന് നോക്കാം എന്താ സെറ്റപ്പ് എന്ന്. നമ്മളെന്തായാലും കുറച്ച് നേരമായി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ചുറ്റും പുറം കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കേട്ടോ. എന്ത് ചെയ്താൽ അതിൻ്റെ ഡോറ് കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ അവിടെ ഒരു ഡ്രൈവറിനോട് നമ്മൾ ചോദിച്ചു എന്താ ഈ സെറ്റപ്പ് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവുകയല്ല, അവിടെ ചോദിച്ചു നോക്ക്, അപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു ഡോറെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പുറത്തെ സൈഡിൽ ഒരു ഡോറ് അയാൾ പറഞ്ഞ ആ കോർണറിലുള്ള ഒരു ഡോറ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം. അടിപൊളി. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച് കേട്ടോ. അതായത് നോക്കിക്കോണം, ഇത്രയും വലിയ വെയർഹൗസിൻ്റെ അകത്ത് ടെസ്ലയുടെ പേര് നോക്കിക്കേ. ഇങ്ങനെയാണ് അവർ എഴുതി വെച്ചേക്കുന്നത് ഒരു പേപ്പറിൻ്റെ അകത്ത്, ടെസ്ല ചെക്കിൻ. എങ്ങനെയുണ്ട്? ടെസ്ലയുടെ ആണെന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല കിടുക്കം കുറേ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നടന്ന് എൻ്റെ പരിപ്പളായി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി അവിടെ ചെക്കിൻ ചെയ്ത് ഡോക്ക് ചെയ്യണം. ബ്രോ വണ്ടി തിരിച്ചോ? അപ്പുറേ തിരിച്ചോ? ഞാൻ തിരിച്ചു വരുമ്പോൾ കയറാം. അല്ല ഇതുവഴി പോവല്ലേ? വേണ്ട, ഈ R12 വന്ന് ചെക്കിൻ ചെയ്യാൻ പറഞ്ഞതേ. ഓക്കെ ആയിരിക്കും. അവിടെ ഒരൊറ്റ ഡോറും തുറക്കണില്ല. ഡോക്ക് കിട്ടിയില്ലോ. നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. പേപ്പർ വർക്കിന് ചെക്കിൻ ചെയ്യാനൊക്കെ പറഞ്ഞു. ഡോറൊന്നും തുറക്കാതെ അവിടെ പോയി ചെക്കിൻ ചെയ്യാൻ. നമ്പർ കൊടുക്കണ്ടോ? നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫോൺ നമ്പറല്ല, ഇവിടുത്തെ ഷിപ്മെന്റ് നമ്പർ. അനക്കൊന്നും കാണാൻ ഞാൻ രണ്ടാമതും മൊത്തം ഇറങ്ങി നടന്നേ. ഞാൻ നടക്കുന്ന കണ്ടപ്പോൾ ഒരു പെണ്ണുള്ള ഗ്ലാസ് വഴി തലക്കിട്ട് നോക്കിയിട്ട് നീ എന്താ അവിടെ ആക്കാൻ പറഞ്ഞു. വേറെ ടെസ്റ്റിലാണ് ആദ്യം അപ്പുറമാണ് സംഭവിച്ചെന്നു പറയാം. നമ്മൾ അതുവഴിയല്ലേ കറങ്ങി വന്നേ. ആദ്യം കണ്ട R12 നമ്മളിട്ടു. എന്നാലും R12 എന്ന് പറയുമ്പോൾ ഓർമ്മല്ലേ പാടുള്ളൂ അല്ലേ? നമ്മൾ നേരത്തെ ആണെങ്കിലും കാണിച്ചിട്ടുള്ളതാണല്ലോ ഈ ഒരു സെറ്റപ്പ്. നമ്മുടെ എയറിൻ്റെ റെഡ് ലൈൻ വലിച്ചു കഴിഞ്ഞിട്ട് നേരെ ഈ ഒരു ലോക്ക് ഇട്ടിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ സംഭവിക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സംഭവം വേറെ ഒന്നുമല്ല, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബൈ മിസ്റ്റേക്ക് ആരും വണ്ടി എടുത്തിട്ട് അപകടങ്ങളെ ബാക്കിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ജാം ചെയ്യുന്ന ഒരു പരിപാടി ചെയ്തേ. അപ്പം ലോഡിങ് എല്ലാം കഴിഞ്ഞത് പേപ്പർ വർക്ക് എല്ലാം കണ്ട തന്നിട്ടുണ്ട്. നമ്മുടെ അർജുൻഭായാണ് വണ്ടിയൊക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നേ. അപ്പോൾ എന്തായാലും ലോഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വണ്ടി വലിച്ചിട്ട് സീലൊക്കെ ചെയ്ത് പോവാം. ബ്രോ ഇങ്ങോട്ട് വന്നിട്ട് ബ്രോ വണ്ടി വലിച്ചിട്ടോ, ഞാൻ ഇട്ടോളാം, ഡോർ അടിച്ചോളാം. വിൻ്റർ ആയതുകൊണ്ടേ മൊത്തത്തിൽ ഉപ്പും മഞ്ഞും ചെളിയും എല്ലാം കൂടെ ഈ ഷൂസിൻ്റെ അടിയിൽ നിന്നൊക്കെ കയറി വണ്ടിക്ക് എപ്പോഴും ഡേർട്ടി ആയിരിക്കും. അപ്പോൾ ഡോറും അടച്ചു, സ്ട്രാപ്പ് ഇട്ട് സെക്യൂറും ചെയ്തു, സീലും ഇട്ടു, നമ്മൾ സെറ്റായി. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോയാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം നേരെ ടൊറൻറ്റോ. തിരിച്ചു പോകാനും നമ്മൾ ഇൻഡർസ്റ്റേറ്റ് 80 തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ റിട്ടേൺ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ അടുത്ത് ഫേൺലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്കൊന്ന് ഫേൺലി നിർത്തി ഒരു കാപ്പി എടുത്തിട്ട് പോയാലോ അർജുൻ ഭായി?
Yeah, I might take a shower at one. Yeah, that's a good decision. ഈ കാണുന്ന തരിശു മലകൾക്കിടയിലെല്ലാം ഇഷ്ടംപോലെ ഫാക്ടറികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കും അല്ലേ? ഇതിൻ്റെ ഓരോ മലമടക്കിലും ഇഷ്ടംപോലെ വെയർ ഹൗസുകളും ഫാക്ടറികളും ഉണ്ട്. അതും ചെറുതൊന്നുമല്ല കേട്ടോ, വലുത് വലുത്. നമ്മളിപ്പോൾ കാണുന്ന ടെസ്ല, വാൾമാർട്ടൊക്കെ പോലെ തന്നെ. ഇവിടുത്തെയൊക്കെ ആൾക്കാരുടെ ജീവിതം കാണുമ്പോഴേ എത്രമാത്രം റിമോട്ടായിട്ടാണ് ഇവർ ജീവിക്കുന്നതെന്നാണ്. അവർക്ക് അവരുടെ ചിലപ്പോൾ 2 പശുവും 2 കുതിരയും പിന്നെ അവരുടേതായ ബാർബിക്യൂ പരിപാടികളും ഓഫ് റോഡ് വണ്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് മീൻ പിടിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഒന്നും വേണ്ട, ഒരു അത്യാവശ്യത്തിന് ആരെയും വിളിച്ചു കഴിഞ്ഞാലും അയാളൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാനോ പറയാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവനവൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം സംരക്ഷിക്കാമെന്നുള്ള ഉറപ്പുള്ളവർ മാത്രം അതിനുള്ള എക്വിപ്മെൻസുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നല്ലോ. പക്ഷെ ഒന്നും പറയാതെ വയ്യ, കിട്ടില്ല ബ്യൂട്ടിഫുൾ സ്പോട്ട്സാണ് കേട്ടോ. ഒരു കിടിലൻ ക്യാമ്പർ കണ്ടോ, അവർ തന്നെ പണിതെടുത്തേക്കണ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാം, കിടിലൻ ക്യാമ്പർ.